ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ മൂന്നാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായി ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിലൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിനിടയായിത്തീർന്നു. ഞാൻ എല്ലാ സെക്ഷനും ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മുടെ ഈ ബുദ്ധിയിൽ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയില്ലെങ്കിൽ തന്നെയും നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൽ കൂടുതൽ ആശ്രയിപ്പാനും കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, നാം ദൈവത്തിൻ്റെ പേരുകളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യഹ്, ഹ്, വ്, ഹ് ഇങ്ങനെയുള്ള 4 വിശുദ്ധ അക്ഷരങ്ങളുടെ ഉച്ചാരണ രൂപമാണ് യാവേ അഥവാ യഹോവ എന്നുള്ളത്. യ, ഹ്, വ്, ഹ് ഈ 4 അക്ഷരങ്ങളുടെ ഉച്ചാരണ രൂപമാണ് യാഹ്വേ. അതിൻ്റെ അർത്ഥം യഹോവ എന്ന് നമ്മൾ പറയുന്ന പദം. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തോടുള്ള ഭയഭക്തി മൂലമായിട്ട് ആ പദം അവരങ്ങനെ ഉപയോഗിക്കില്ല. ഈ ചരിത്രകാരന്മാർ പറയുന്നത്, അവർ യഹോവ എന്ന് ഒരു പദമൊക്കെ എഴുതുകയാണെങ്കിൽ ആ പദം വേറൊരു പദം എഴുതാനായിട്ട് ആ പേന ഉപയോഗിക്കില്ല, ആ തുലിക ഉപയോഗിക്കില്ല. മാത്രമല്ല, ആ ഒരു പദം എഴുതുന്നതിന് മുമ്പ് ആ തുലിക കഴുകി വൃത്തിയാക്കും. ആ പദം എഴുതിയതിന് ശേഷവും അത് എഴുതി വൃത്തിയാക്കും തുലിക. അത്രമാത്രം വിശുദ്ധിയോടും ഭയത്തോടും കൂടിയൊക്കെ അവർ യഹോവ എന്നുള്ള പദം എഴുതുക എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഭയഭക്തി മൂലം ഈ യാവേ എന്ന പദം ഉപയോഗിക്കാതെ, നിങ്ങൾ നമ്മുടെ യഹോവ എന്ന പദം ഉപയോഗിക്കാതെ അവർ കർത്താവ് എന്ന അർത്ഥമുള്ള അദോനായി എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. അദോനായി. അതിൻ്റെ ഒരർത്ഥം യജമാനൻ എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ഭയഭക്തിയോടാണ് അവർ ദൈവത്തെ കണ്ടിരുന്നതും ഈ ദൈവവചനങ്ങളെ എഴുതിയിരുന്നതൊക്കെ. ഇന്നൊക്കെ നമുക്ക് ദൈവത്തിലുള്ള ഭക്തി വളരെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തി ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്, അല്ലേ? നമുക്ക് ദൈവത്തിലുള്ള ഭയം, ഭക്തി, അനുസരണമൊക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ദൈവഭയത്തിൽ ജീവിക്കുന്ന ആളുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുന്ന, ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്, എന്നുമുണ്ട്. എന്നാൽ തന്നെ ദൈവജനമെന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ പോലും ദൈവത്തോടുള്ള ഭക്തിയും ഭയവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. യാഹ്വേ എന്നാണ് ശരിയായ ഉച്ചാരപദം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ജനത്തിന് ദൈവം ഏത് നിലകളിലാണോ അനുഭവപ്പെട്ടത് ആ നിലകളിൽ അവർ ദൈവത്തെ സംബോധന ചെയ്തിരുന്നു. അഥവാ അവരുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം അവർക്ക് എങ്ങനെയാണോ ഇടപെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ അവർ എങ്ങനെയാണോ അനുഭവിച്ചത്, ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ദൈവത്തെ ആ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കുമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ദൈവത്തിന് ദയ ലഭിച്ചെങ്കിൽ ദയവുള്ള ദൈവമേ, അല്ലെങ്കിൽ കരുണാമന ദൈവം എന്നവർ പറയും. ഒരുത്തിനെ ഒരു നീതിയുള്ള ന്യായം ലഭിച്ചെങ്കിൽ ന്യായം വിധിക്കുന്ന ദൈവം എന്ന് പറയുന്നിടയായിത്തീരും. ഒരുവനെ ദൈവം പരിപാലിച്ചെങ്കിൽ പരിപാലകനായ ദൈവം എന്ന് സംബോധന ചെയ്യും. ഒരുവനെ ദൈവം സൗഖ്യമാക്കിയെങ്കിൽ സൗഖ്യദായകനായ കർത്താവേ എന്നായിരിക്കും മോനെ
അഭിസംബോധന ചെയ്യുക. അബ്രഹാം ഉൽപ്പത്തി 15:1 പറയുന്നത് പരിചയായ ദൈവമേ എന്നാ, പരിചയായ ദൈവമേ. ഇസ്ഹാക്ക് 33:42 പറയുന്നത് ഇസ്ഹാക്കിൻ്റെ ഭയമായ ദൈവമേ എന്നാണ്. യാക്കോബ് 44:24 പറയുന്നത് വല്ലഭനായ ദൈവമേ എന്നാണ്. ഹാഗർ 16:13 പറയുന്നത് എന്നെ കാണുന്ന ദൈവമെന്നാണ്. മനോഹ പറയുന്നത് അതിശയമായ ദൈവമെന്നാണ്. ന്യായവിധിമാരുടെ പുസ്തകം 13:18. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ വെച്ച് ദൈവത്തിന് ലഭിച്ചതായ അനുഭവ വെളിച്ചത്തിൽ ആ പേരിയെടുത്ത ദൈവത്തെ അഭിസംബോധന ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചെങ്കിൽ നമ്മുടെ ദൈവം ആരൊക്കെയാണ്? ദയവുള്ള ദൈവമാണ്. നമ്മളിങ്ങനെ പറയാറ്, ഒരു കണ്ണിനും ദയവില്ലാതിരിക്കുമ്പോൾ വെളിമ്പറമ്പിൽ എറിയപ്പെട്ട കല്ലുകളെ പോലെ നമ്മളായിരുന്നപ്പോൾ കർത്താവ് നമ്മോട് കരുണ തോന്നി, കൃപ തോന്നി. നമ്മുടെ ദൈവമാരാണ്, നമ്മോട് ദയവുള്ള ദൈവമാണ്. അതുപോലെ നമ്മുടെ ദൈവമാരാണ് ന്യായം വിധിക്കുന്ന ദൈവം. പലപ്പോഴും നമുക്ക് ന്യായം ലഭിക്കാറില്ല, നീതി ലഭിക്കാറില്ല. സന്ദർഭം നമ്മുടെ ദൈവമാരാണ് ന്യായകർത്താവായ ദൈവമാണ്. അതുപോലെ നമ്മുടെ ദൈവം പരിപാലകനായ ദൈവമാണ്. ആരും സ്നേഹിപ്പാനില്ല, സഹായിപ്പാനില്ല, കരുതുവാനില്ലെങ്കിലും ദൈവം നമുക്കാരാണ്? പരിപാലകനായ ദൈവമാണ്. പോരാ, അതുമേ സൗഖ്യമാകുന്ന ദൈവമാണ്, സൗഖ്യമായ ദൈവമാണ്. പലപ്പോഴും നാം ദൈവത്തെ സേവിക്കുകയും കർത്തനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ പറയുകയും ചെയ്യുന്ന സമയത്ത് അതിന് ശല്യം ഉണ്ടാകുന്ന ആളുകളുണ്ട് അല്ലേ. നമ്മളൊരു നല്ല കാര്യം ചെയ്യുകയായിരിക്കും, നല്ല കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് അതിനിടയ്ക്കും ശല്യം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി ഈ ശ്രദ്ധ തെറ്റിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ. എവിടെയെങ്കിലും ശക്തമായ ദൈവം പറയുന്നതിനിടയ്ക്കായിരിക്കും ഒച്ചപ്പാടുകൾ പറയുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ മനുഷ്യൻ പലതിലും ഇടപെടും. പക്ഷെ നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? അവൻ ദൈവമുള്ളവനാണ്, ന്യായം വിധിക്കുന്നവനാണ്, പരിപാലകനാണ്, സൗഖ്യദായകനാണ്. അബ്രഹാം പറഞ്ഞേ, എൻ്റെ പരിചയമായ ദൈവം. ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നെ മുറിവേൽപ്പിക്കാതെ സൂക്ഷിച്ച ദൈവം അല്ലേ. ശത്രുവായവൻ പലരെയും ആയുധം കൊടുത്തു വിടുകയാണ് ദൈവത്തിനെ മുറിവേൽപ്പിക്കാനായിട്ട്. നിന്ദയുടെ രൂപത്തിൽ, പരിഹാസ രൂപത്തിൽ, എതിർപ്പിൻ്റെ രൂപത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനെതിരെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പല നിലകളിലൊക്കെ എങ്ങനെ വരും. മറ്റേ പുള്ളി ആയുധം കൊടുത്ത് വിട്ടേക്കുക. അപ്പോൾ ആ മുറിവുകൾ ഏൽക്കാതെ ആരെ നമ്മൾ സൂക്ഷിക്കുന്നു? നമ്മുടെ പരിചയമായ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആരാനുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ മേൽ വരേണ്ടതായ വെട്ടുകൾ, കുത്തുകൾ, ആ മുറിവേൽപ്പിക്കാനുള്ള ശത്രു നമ്മൾ നിഗ്രഹിക്കുവാനായിട്ട് ശത്രുതാ മനോഭാവത്തോടുകൂടി അവൻ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മുടെ കർത്താവ് നമുക്ക് പരിചയമായി മാറുന്ന ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് പരിചയമായ ദൈവമാണ്. ഇസ്ഹാക്ക് പറഞ്ഞതാണ് ഭയമായ ദൈവം. എന്താണ്? അവനെ ഭയപ്പെടുവാൻ യോഗ്യനാണ്, ബഹുമാനിപ്പാൻ യോഗ്യനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കണം. ദൈവഭയമില്ല ജീവിക്കരുത്. കാരണം എന്താണ്? ഭയത്തോടെ അവനെ സേവിപ്പിക്കുന്ന വചനം പറയുന്നത്. എന്താ കാരണം? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, ഈ സ്ഥലത്തെയും സൃഷ്ടിച്ചവനെയും ന്യായം വിധിക്കുന്നവർക്ക് നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണമെന്ന് പത്രോസിൻ്റെ ലേഖനവും 1-ാം ലേഖനത്തിൻ്റെ 1-ാം തീയതി കാണുന്നുണ്ട്. എബ്രായറിൽ നമ്മൾ 12 കാണുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തെ ഭയത്തോടെ സേവിക്കണം. കാരണം എന്താണ്? അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 2 പത്രോസിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഭയത്തോടെ, എത്ര ഭക്തിയോടും ഭയത്തോടും അവനെ സേവിക്കണം. അപ്പോൾ ദൈവത്തെ മനസ്സിലാക്കി അവനെ ഭയത്തോടെ സേവിപ്പാൻ കഴിയണം. ദൈവം നമ്മുടെ പോക്കറ്റിലാണ് ചിന്തയല്ല, മറിച്ച് ദൈവം ഭയപ്പെടുവാനും ബഹുമാനിക്കാനും യോഗ്യനായ ഓരോ ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്, ഞാൻ അപ്പനെങ്കിൽ ബഹുമാനം എവിടെ? പിതാക്കന്മാർക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട് അല്ലേ. ദൈവം ചോദിക്കുക, ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എനിക്ക് എന്താണ് നിങ്ങൾ ബഹുമാനം നൽകാത്തത്? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ
ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനമെല്ലാം കൊടുക്കാനായിട്ട് ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാനുള്ള മനസ്സുണ്ടാകണം. അവനെ അനുസരിച്ച് ജീവിപ്പാനുള്ള മനസ്സിലാകണം. അവൻ സൗഖ്യദായകനാണ്, ദയവുള്ള ദൈവമാണ്, പരിപാലകനാണ്, ഒക്കെ ശരി തന്നെയാണ്. അതിനേക്കാൾ അപ്പുറമായിട്ട് അവൻ ഭയപ്പെടുവാൻ യോഗ്യനാളെ ബോധ്യവും നമുക്കുണ്ടാകണം. അതുപോലെ യാക്കോബ് എന്ന് പറഞ്ഞത് വല്ലഭനായ ദൈവം. നമ്മുടെ ആൾക്കാർ പറഞ്ഞ് വല്ലവനുമായ ദൈവം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? കഴിഞ്ഞാൽ കർത്താവ് പഠിക്കുന്ന വല്ലവനൊക്കെ ആയിരുന്നു. വല്ലവനല്ല, വല്ലഭനായ ദൈവം, സർവശക്തനായ ദൈവം, വിടുവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, ആശ്വസിക്കുന്ന ദൈവം അല്ലേ? ഈ ഓരോ പദങ്ങൾ പഠിച്ചത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തന്നെ ഉറപ്പിക്കാനുള്ളതുണ്ട്. ദൈവം വല്ലഭനായ ദൈവമാണ്. ഹാഗർ എന്താ പറഞ്ഞത്? എന്നെ കാണുന്ന ദൈവം. എന്താ കാരണം? പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോരുക. അബ്രഹാമിൻ്റെ വീട്ടിലെ പൊറുതി മതിയാക്കി ഓടിപ്പോരുകയാണ്. ഓടിപ്പോന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. ചോദിച്ചത് എവിടേക്ക് പോവുക? വ്യക്തമായ അഡ്രസ്സോട് കൂടി തന്നെയാണ് ദൈവം ചോദിച്ചത്. ഇന്നാരുടെ ദാസിയായ ഹാഗർ നീ എവിടെ പോകാൻ ചോദിച്ചത്. അപ്പോൾ ഹാഗർ ഒരു കാര്യം മനസ്സിലായി, എന്നെ കാണുന്നൊരു ദൈവമുണ്ട് അല്ലേ? ചോദിക്കുക, നീ ഇവിടെ എന്നെ കണ്ടോ? ഇത് നമുക്ക് തരുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നീ അനുഭവിക്കുന്നതായ കെടുതികൾ കാണുന്നൊരു ദൈവം നിനക്കുണ്ട്. എൻ്റെ വേദന അറിയുന്ന ദൈവമുണ്ട്. നീ അനുഭവിക്കുന്ന പ്രതിസന്ധി അറിയുന്ന ദൈവമുണ്ട്. നീ ഫേസ് ചെയ്യുന്ന പ്രതികൂലം അറിയുന്ന ദൈവമുണ്ട്. നമ്മൾ പുറപ്പാട് ദിവസം പഠിക്കുമ്പോൾ കാണുന്നില്ലേ? ദൈവജനം അനുഭവിക്കുന്നതായ കഷ്ടത കണ്ടുകൊണ്ട്, അവിടെ നിലവിളി കേട്ടുകൊണ്ട് അവരെ വിടുവിപ്പാനായിട്ട് ഞാൻ ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ പുറപ്പാട് ദിവസം 3-ാം തീയതി പഠിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടുകൊണ്ട് ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവമാരാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടയുടെ നടുവിൽ, പ്രയാസ നടുവിൽ, പ്രതിസന്ധി നടുവിലൊക്കെ നമ്മൾ വിടുവിപ്പാനായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അവൻ സിംഹക്കൂട്ടിൽ ചെന്ന് വീഴുന്നതിന് മുമ്പായി തന്നെ ദൈവം അവൻ്റെ സംരക്ഷണയ്ക്ക് ആവശ്യമായ കാര്യം ജീവനിടയായിത്തീർന്നു. രാജാവിൻ്റെ സേവന്മാരാൽ ലഭിക്കുന്നതായ ഭക്ഷണമൊക്കെ അടിച്ച് നല്ല വിപ്പക്കുരികളായി ജീവിച്ച സിംഹം അല്ലേ, അവന്മാരെ കിടക്കയാക്കിയിട്ടാണ് ദാനിയേൽ അന്ന് രാത്രി വിശ്രമിച്ചത്. എന്തായിരിക്കും ആ ശ്രേഷ്ഠ അനുഭവം നോക്കി ആലോചിച്ചെങ്കിൽ, ആ തീച്ചുള്ളിലേക്ക് ആ ബാലന്മാരെ എറിയുമ്പോൾ അവിടെ ഒരുവനെ ഇറങ്ങി വന്നു. ജനത്തെ എവിടെ പോകാനായിട്ട് ഇറങ്ങി വന്ന കർത്താവ് ആ തീച്ചുള്ളുടെ ചൂടുകൊണ്ട് ഇവരെ കൊണ്ടുപോയിട്ട് ഒരു തികച്ചു പോയി. അതുപോലെ പിന്നീട് അവരെ മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോഴൊക്കെ കാണുന്നത് ആ തീച്ചുള്ള പലരെയും നശിപ്പിച്ച് കളഞ്ഞപ്പോൾ എൻ്റെ ഭക്തന്മാരെ വെടിവെപ്പിനാട് കർത്താവ് ഇറങ്ങി വേണ്ടിയായിത്തീർന്നു. നിൻ്റെയും എൻ്റെയും പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ നീ ഒറ്റയ്ക്ക് അകപ്പെടുമ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നമ്മെ കാണുന്ന ദൈവമാണ്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു എന്ന് 33-ാം സംഘത്തിൽ പഠിക്കുന്നുണ്ട്. അവിടെ നിലവിളിക്ക് വേണ്ടി തൻ്റെ ദൃഷ്ടിയും തൻ്റെ ചെവിയും തുറന്നിരിക്കുക എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ക്ഷാമകാലത്ത് അവരെ വിടിവിപ്പാനും മരണത്തിനെ രക്ഷിപ്പാനെന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ മേൽ തൻ്റെ ദൃഷ്ടി വെച്ചിരിക്കുക ദൈവം, നമ്മൾ കാണുന്ന ദൈവം. എൻ്റെ മറുവശം എന്താണ്? നാം പ്രമാണം വിട്ട് ഓടുമ്പോൾ, ദൈവകൃപ വിട്ട് ഓടുമ്പോൾ, ദൈവലക്ഷ്യത്തിൽ പിന്മാറി പോകുമ്പോൾ അവിടെ ഇത് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹവാനായ ദൈവം നമ്മെ മടങ്ങി വരുവാൻ വേണ്ടി കാത്തിരിക്കുക. മടങ്ങി ചെല്ലുന്നവനെ നോക്കി
വഴിക്കണ്ണുമായി നിൽക്കുന്ന പിതാവിനെ നമുക്ക് ലൂക്കോസ് വിഷയം കാണാൻ കഴിയുന്നുണ്ട്. ആ ധൂർത്തുപുത്രൻ്റെ കഥ പഠിപ്പിക്കുമ്പോൾ അവൻ പിതാവിൻ്റെ സ്ഥലത്ത് നിന്നെല്ലാം വാങ്ങി നശിപ്പിച്ച് അന്യദേശത്ത് പോയി അതിനുശേഷം അവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ കോലമെല്ലാം മാറിയായിരുന്നു, രൂപമെല്ലാം മാറിയായിരുന്നു, നിറമെല്ലാം പോയിട്ടുണ്ട്. പട്ടിണി കിടന്നും യാതിനെ അനുഭവിച്ചു അവൻ ഇവിടുന്ന് പോയപ്പോൾ രൂപമൊന്നുമല്ല. പക്ഷേ പിതാവ് അവനെ ദൂരത്ത് തിരിച്ചറിഞ്ഞു, അടിയിൽ കൂടി ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, അനുഗ്രഹിപ്പാനിടയായിത്തീർന്നു. അല്ല അവസരങ്ങൾക്ക് മാറ്റുവാനിടയായിത്തീർന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും കർത്താവിനെ സേവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വിശ്വാസവും ഉറപ്പും ഉണ്ടാകണം. എന്താണ്? നമ്മെ കാണുന്ന ദൈവമുണ്ട്. അത് നമുക്ക് രണ്ട് നിലയ്ക്കാണ്. ഒന്ന്, നമ്മുടെ കഷ്ടതയും ദുഃഖവും സങ്കടവും എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മെ സഹായിപ്പാൻ വിടിയിപ്പാൻ ശക്തമായ ബോധ്യമുണ്ട്. മറുവശം എന്താണ്? ഞാൻ പ്രമാണം വിട്ട് പോകുമ്പോൾ, ഇങ്ങനെ വഴിമാറി പോകുമ്പോൾ എന്നെ കാണുന്ന ദൈവം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി, തിരുത്തലുകൾ വരുത്തി അവൻ്റെ ഇഷ്ടപ്പെട്ട് ജീവിപ്പാൻ അത് നമുക്ക് പ്രചോദനമാകുന്ന ഒരു കാര്യമാണ്. അടുത്ത് കാണുന്ന നമ്മൾ മനോഹരയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അവന് മനോഹരയ്ക്ക് ദൈവം ആരാണെന്നറിയാമോ? അതിശയമായ ദൈവമാണ്, അത്ഭുതങ്ങളെ പ്രവർത്തി ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ്? അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്, അതിശയങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ ഓരോ വിഷയങ്ങളും മേലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. അല്ലേ? ഇസ്രായേൽ ചരിത്രമെടുത്ത് പഠിച്ചു നോക്കി, ഭക്തന്മാരുടെ ചരിത്രങ്ങളെടുത്ത് പഠിച്ചു നോക്കി, അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിരുന്നു, അതിശയങ്ങളുടെ ദൈവമായിരുന്നു. തന്നെ സേവിക്കുന്നവർക്കുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതലൊക്കെ അതിശയകരമായ രീതിയിലായിരുന്നു. ദൈവിക പരിപാലനം അതിശയകരമായ രീതിയിലായിരുന്നു. നമുക്കറിയാം, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ദൈവത്തെ കോപിപ്പിച്ചൊക്കെ പോകുന്ന സമയത്ത് മനുഷ്യൻ സൃഷ്ടിച്ചാലൊക്കെ ദൈവത്തിന് അനുതാപം കൊണ്ട് അത് വായിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ വായിക്കുന്നത് നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു എന്നാണ്. ആ തലമുറയിൽ സകല മനുഷ്യരെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ നോഹയെയും കുടുംബത്തെയും രക്ഷിപ്പാനിടയായിത്തീർന്നു. അവനുവേണ്ടി പ്രത്യേകം ഒരു സംരക്ഷണ പദ്ധതി ഒരുക്കാനിടയായിത്തീർന്നു. അല്ലേ? നേരത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിച്ച് ഒരു പെട്ടതൊക്കെ ഉണ്ടാക്കിച്ച് ആ പെട്ടത്തിൽ അവിടെ അതിനെ കയറ്റി നമ്മൾ വാതിലടച്ചു. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവനെ, ദൈവത്തെ അനുസരിക്കുന്നവനെ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനെ എല്ലാ തലമുറകളിലും ദൈവം പരിപാലിക്കുന്നതായ ഒരു പരിപാലന വിധങ്ങളുണ്ട്, ദൈവിക സംരക്ഷണമുണ്ട്. അതുപോലെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പോരുവാൻ തുടങ്ങിയ സമയം മുതൽ, അല്ലെങ്കിൽ അവർക്ക് മോശം ചെന്ന സമയം മുതൽ നമുക്കറിയാം, മിസ്രൈമിനെ ബാധിച്ചതായ ബാധകളൊന്നും ഇസ്രായേൽ മക്കളെ ബാധിച്ചിരിക്കുന്നില്ല. അല്ലേ? അവസാനത്തെ കടിഞ്ഞൂൽ സംഹാരമാണെങ്കിലും അതിന് ശേഷമുള്ള ചെങ്കടലിൻ്റെ കരകളുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം. ഇവൻ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളേറെയാണ്, അതിശയങ്ങളേറെയാണ്. വഴിമുടക്കി നിന്നതായ മഹാസമുദ്രം, പാർശ്വങ്ങളിൽ വെല്ലുവിളിച്ചു നിൽക്കുന്നതായ പർവ്വതങ്ങൾ, പുറകിൽ നശിപ്പിക്കുവാനായിട്ട് പാഞ്ഞെടുക്കുന്ന ശത്രു സൈന്യം, നടുവിൽ ദൈവം അവർക്ക് വേണ്ടി സമുദ്രത്തിൽ ഒഴി തുറന്ന ഒരു അത്ഭുതം പ്രവർത്തിച്ചു. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ, എല്ലാ നിലകളിലും പ്രതികൂലമായി ചിന്തിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിശ്ചയമായും ഇതിനെ സഹായിക്കാതിരിക്കുകയില്ല. അവസരങ്ങൾക്ക് മാറ്റം വരുത്തി നീ ചിന്തിക്കാത്തൊരു പുതുവഴി ദൈവം തുറന്നവരുടെയായിത്തീരും. ഇസ്രായേൽ മക്കളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ആ സമുദ്രത്തിലെ ഒരു വഴി എന്നുള്ളത്. ഒരു പാലം പണിത് കൊടുത്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ദൈവം ഒരു പാലം പണിത് കൊടുത്തു, അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതാ തമ്പുരാൻ അതുവരെ കാണാത്തതായ, കേൾക്കാത്തതായ ഒരു വലിയ അത്ഭുതം തൻ്റെ ജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. എന്നൊരു കാര്യം പറയാം, നീ കഷ്ടങ്ങളകപ്പെടുമ്പോൾ, പ്രയാസങ്ങളകപ്പെടുമ്പോൾ, പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ, പ്രതികൂലത്തിലകപ്പെടുമ്പോഴൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാമോ? നിൻ്റെ ജീവിതത്തിൽ
നിൻ്റെ കൂട്ടുകാർക്കോ നിൻ്റെ സഹപ്രവർത്തകർക്കോ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ നിൻ്റെ കൂട്ടുവിശ്വാസികൾക്കോ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിലകളിൽ ശ്രേഷ്ഠമായ രീതിയിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു പൊതുവഴി തുറന്നിന് മാനിപ്പാനിടയായിത്തീരും. നമുക്ക് വിശ്വസിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുമാറാക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. മിസ്രൈമിൽ കടന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ എന്തുമാത്രം അതിശയങ്ങൾ അവർ കണ്ടത്, എന്തുമാത്രം അത്ഭുതങ്ങൾ അവർ കണ്ടത്. ആ 40 കൊല്ലം ആ മരുഭൂമി നടന്നിട്ട് അവർ വസ്ത്രം ജീർണിച്ചു പോയില്ല, അവർ ചെരുപ്പ് തേഞ്ഞു പോയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിലെ പോലും അത്ഭുതം ആലോചിച്ചൊക്കെ ഈ 40 കൊല്ലം അവർ നടക്കുകയായിരുന്നു, എന്നിട്ടും ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഇവിടെ ഒരു ചെരുപ്പ് മേടിച്ച് 3 മാസമോ 6 മാസം കഴിയുമ്പോഴത്തേക്കും വള്ളിയും പൊട്ടി അല്ലേ, തേഞ്ഞ് അത് അരിപ്പ പോലെയായി. അത് മാറ്റി നമ്മൾ വേറെ ചെരുപ്പൊക്കെ മേടിച്ചുകൊണ്ട് പോവുക. ഡ്രസ്സ് മേടിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കൊക്കെ അതിനെ പണിക്കുറ്റം തീർന്നു, ഇനി 2 വർഷം അതിന് പണിക്കുറ്റം തീർന്നു. 40 വർഷം ദൈവം തന്നെ ജനത്തെ അതിശയകരമായ പരിപാലിപ്പാനിടയായി തീർന്നു. അതേ വഴിത്താരയിൽ ഓരോരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഓരോരോ പ്രതികൂലം ഉണ്ടാകുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ എന്ത് കാണുകയായിരുന്നു? അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും കാണുകയായിരുന്നു, അതിശയങ്ങളും കാണുകയായിരുന്നു അല്ലെ. മരുഭൂമിയിൽ മണ്ണ കൊടുക്കുന്ന സമയത്ത് അത്ഭുതമാണ്, അതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഭക്ഷണം അവർ കഴിച്ചത്. മല്ലന്മാരുടെ ഭോജനം എന്നൊക്കെ പറയുന്നത്, മല്ലന്മാരുടെ ഭോജനം. അവർക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ അവർ ഈ ആഗ്രഹമെല്ലാം പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ അവരെ പാളത്തിന് ചുറ്റും അവർ കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ കാടപ്പക്ഷികൾ പറന്നു കിടക്കുകയാണ്. അപ്പോൾ ദൈവിക പരിപാലനത്താൽ, ദൈവിക അതിശയങ്ങളാൽ, ദൈവിക അത്ഭുതങ്ങളാലാണ് ദൈവം വഴിയെടുത്തിക്കൊണ്ടിരുന്നത്. അവനവരുടെ ജീവിതത്തിലെ മനോഹരിക്കും കണ്ടത് ഒരു അതിശയമാണ്. അതുകൊണ്ട് അവൻ പറയുക, അതിശയമായ ദൈവം. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അവൻ നമുക്ക് ഇവിടെ കാരണം കാണിച്ച ദൈവമായിരുന്നു. മോനെ അനുസരിക്കാതെ പോയപ്പോൾ, മോനെ വേദനിപ്പിച്ചപ്പോഴൊക്കെ ശിക്ഷിക്കാതെ നശിപ്പിക്കാതെയൊക്കെ നമ്മൾ ദൈവം കാണിക്കാനിടയായി തീർന്നിട്ടില്ലേ? നമുക്ക് ആ നന്ദിയോടെ സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. സന്ദർഭങ്ങളിൽ നമുക്ക് നീതി ലഭിക്കാതെ പോയ സന്ദർഭമുണ്ടായിട്ടുണ്ട്. നമ്മുടെ നീതി ഉണ്ടായിട്ടും ആ നീതിക്ക് അനുസൃതമായ ഇടപെടൽ മനുഷ്യരുടെ ഭാഗത്ത് ഇല്ലാതെ പോയ സന്ദർഭമുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ കർത്താവ് നമുക്ക് നീതിയോട് ന്യായം വിധിക്കുന്ന ദൈവന്മാരോട് എത്തിയുന്നുണ്ട്. പലപ്പോഴും പരിപാലനത്തിലുള്ള ബന്ധത്തിൽ, സംരക്ഷണമുള്ള ബന്ധത്തിലൊക്കെ മനുഷ്യവശങ്ങളിൽ നിന്ന് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അനുദിനവും നമ്മെ അതിശയകരമായി നടത്തുന്ന പരിപാലനം നമ്മൾ എത്രയോ പ്രാവശ്യ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞവരാണ്. എത്രമാത്രം നന്ദി നമുക്ക് ദൈവത്തിലുണ്ടെന്ന് ശാന്തമായി ചിന്തിക്കാം. നമുക്ക് പറയാം, എൻ്റെ കർത്താവിനെ അതിശയകരമായി പരിപാലിക്കുന്ന ദൈവമാണ്. അതുപോലെ സൗഖ്യദായകനായ കർത്താവ് അല്ലേ. സന്ദർഭങ്ങളിൽ രോഗങ്ങൾ സംഭവിച്ചു, വൈദ്യശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങളെല്ലാം നടത്തി, പരിശോധനകൾ നടത്തി, അവർ വിധി എഴുതി, ഇതുകൊണ്ട് ഇനി അധികം കാലം പോകത്തില്ല. എന്നോട് 97 ഡോക്ടർമാർ പറഞ്ഞതാണ്, ഇനി നിങ്ങൾ പ്രസവിക്കില്ല, നിങ്ങളുടെ ശബ്ദം അടഞ്ഞുപോയി, നിങ്ങളുടെ തൊണ്ടയ്ക്ക് എന്തൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് വളരെ സങ്കടമൊക്കെ തോന്നിയായിരുന്നു. എന്നാലും സംഭവിച്ച കാര്യം പറയാം. എനിക്കവർ ഒരു കോഴ്സ് മരുന്ന് എഴുതി തന്നു. പ്രിയപ്പെട്ടവരെ, ആ മരുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചതല്ലാതെ ഞാൻ കഴിച്ചില്ല. ഞാൻ മരുന്ന് കഴിക്കുന്ന എതിരല്ല, ഞാൻ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അന്നത്തെ 1997 ഇനി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, ശബ്ദം പോയി, ഇനി ശബ്ദം പുറത്തേക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞ സന്ദർഭത്തിൽ അഴുത്തുന്ന മരുന്ന് പോലും അത് കഴിക്കാതെ തമ്പുരാൻ എനിക്ക് വേണ്ടി
അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീർന്നു. പല പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടതുപോലെ ആശുപത്രി കിടക്കിൽ അഭയം പ്രാപിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ മരണവാർത്ത നാട്ടിൽ മുഴുവൻ പാട്ടായി. എനിക്ക് വേണ്ടി റീത്ത് വരെ മേടിച്ച ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഈ പാടും ദിവസം കാണുന്ന കേൾക്കുന്ന ചില സഹോദരന്മാർക്ക് അറിയാമോ കാര്യങ്ങൾ. എന്നാൽ എൻ്റെ പേർക്ക് മേടിച്ച റീത്ത് അവർക്കത് വഴിയിൽ കളയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം സൗഖ്യമാകുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് 27 ദിവസം പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ എനിക്ക് വേണ്ടി ശവക്കുഴി കുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നിവൃത്തികേടുകൊണ്ട് എൻ്റെ മാതാപിതാക്കളുടെ നിവൃത്തികേടുകൊണ്ട് ഞാന തിന്നുന്ന പനമ്പട്ടയുടെ തെക്കോട്ടെ കാളിപ്പന എന്ന് പറയുന്ന ആ പനയുടെ അതിൻ്റെ ഒരു പോളയാണ് എനിക്ക് അന്ന് അവർ ശവപ്പെട്ടിയായിട്ട് ഉണ്ടാക്കി വെച്ചത്. അന്ന് ആ ശവപ്പെട്ടിക്ക് വിട്ടുകൊടുക്കാതെ, ആ ശവക്കുഴി കൊണ്ടുവയ്ക്കാതെ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യത്തിന് വേണ്ടിയായി തീർന്നവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. വിടുവിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്, ആശ്വസിപ്പിക്കുന്നവനാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എതിർപ്പുകൾ വരുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ മുറിവേൽറ്റ് പോകാതിരിക്കാനായിട്ട് നമുക്ക് പരിചയമായ ദൈവമാണ്. അതുപോലെ അവൻ വല്ലഭനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നമുക്ക് നമ്മുടെ അനുഭവം ചേർത്ത് നമുക്ക് പറയാൻ കഴിയും അല്ലേ. ഈ പറഞ്ഞ പേരുകളല്ലാതെ നമുക്ക് പല പേരുകളും ചേർത്ത് നമുക്ക് ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത നിലകളുള്ള ഇടപെടലുകൾ, ദൈവിക ഇടപെടലുണ്ടായിട്ടുണ്ട്. നമുക്ക് പറയാൻ കഴിയുന്ന കർത്താവ് എന്നെ കരുതുന്ന ദൈവമാണ്, ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പിടാനായിട്ട് ആഗ്രഹിച്ച് സന്ധ്യാസമയം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ് 10-15 വർഷം മുമ്പ്. ആരും തിരിച്ചെടുത്തു നിന്ന് ജീവിതത്തിൽ പുതിയ തുടക്കം തന്ന കർത്താവിനെ ഞാൻ സേവിക്കുന്നു. ജീവിതത്തിലെ വേദനകൾ അനുഭവിച്ചുകൊണ്ട്, ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ തിരിച്ച എൻ്റെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നൽകിക്കൊണ്ട് എൻ്റെ ജീവിതത്തിന് പുതിയ തുടക്കം തന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഒന്ന് നിന്നെയും സഹായിപ്പാൻ ശക്തനാണ്, നീ വിടുവിപ്പാൻ ശക്തനാണ്, രക്ഷിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുക. ഈ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന വിശുദ്ധന്മാർ അവരുടെ അനുഭവങ്ങൾ വെച്ച് ദൈവത്തെ സംബോധന ചെയ്ത പദങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടലുകളെ ഓർത്ത് നന്ദിയുടെ വാക്കുകൾ പറയാനായി ദൈവം നമ്മെ ഓർത്ത് സഹായിക്കുമ്പോഴാകട്ടെ. നമുക്ക് നമ്മുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ദൈവം എങ്ങനെയാണ് നമ്മോട് ഇടപെട്ടത്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളിൽ, രോഗക്കിടക്കിലായിരുന്നപ്പോൾ, ഒറ്റപ്പെട്ടപ്പോൾ, അവഗണിക്കപ്പെട്ടപ്പോൾ, തിരസ്കരിക്കപ്പെട്ടപ്പോഴൊക്കെ നമ്മൾ എങ്ങനെയാണ് ദൈവം നമ്മൾ ഇടപെട്ടതെന്ന് ശാന്തമായി ചിന്തിച്ച് നമുക്ക് ദൈവത്തോടെ നന്ദി കരയറ്റാം. ഇന്ന് പകൽ ഈ സന്ദേശങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവമാരാണ്? പരിചയമായ ദൈവമാണ്, ദയവുള്ള ദൈവമാണ്, ന്യായം വിധിക്കുന്ന ദൈവമാണ്, പരിപാലകനായ ദൈവമാണ്, സൗഖ്യമാകുന്ന ദൈവമാണ്, വല്ലഭനായ ദൈവമാണ്, നമ്മെ കാണുന്ന ദൈവമാണ്, നമുക്കിവിടെ അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും, വിടുവിക്കാൻ കഴിയും, രക്ഷിപ്പാൻ കഴിയും, സൗഖ്യമാകാൻ കഴിയും, ആശ്വസിപ്പിക്കാൻ കഴിയും. അത് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ജീവിതത്തോട് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുത പ്രവർത്തനങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ വചനം പഠിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബന്ധത്തിൽ അവർ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് നീ അവർക്ക് ഒരു ആശ്വാസമാകാനായി മാറണമേ കർത്താവേ. രോഗികളായിട്ട് നീ ഒരു സൗഖ്യദായകനായി മാറണമേ കർത്താവേ. അവരെ നേരിടുന്ന ഓരോ വിഷയങ്ങളുമേലും
കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ട് ദൈവത്തെ അവർ അനുഭവിച്ചറിഞ്ഞ് അപ്രകാരം ദൈവത്തെ സംബോധന ചെയ്യുവാനായി ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യങ്ങൾ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ഈ പടുതാക്കളടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗമികമായി, ശാരീരികമായി, മാനസികമായിട്ട് ഒരു അഭിവൃദ്ധി പ്രാപിക്കാൻ കർത്താവിയുമായി സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദർശന സൂചന നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം നമുക്ക് അവസരം തരുന്നെങ്കിൽ നമ്മുടെ അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറുതും സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സഹകരണത്തിന് പ്രോത്സാഹനത്തിന് താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.